കടുത്ത വേനലിനും എൽനിനോ പ്രതിഭാസത്തിനും പിന്നാലെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ തിരക്കിട്ട നീക്കങ്ങളുമായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. സംസ്ഥാനത്ത് നിലവിലുള്ള 500 മുതൽ 600 മെഗാവാട്ട് വരെയുള്ള വൈദ്യുതി ദൗർലഭ്യം ഭാഗികമായെങ്കിലും പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് അടിയന്തരമായി 200 മെഗാവാട്ട് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ ബോർഡ് തീരുമാനിച്ചു. ഇതിനായുള്ള കരാർ വ്യവസ്ഥകൾക്ക് അനുമതി തേടി സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് മുൻപാകെ KSEB പെറ്റീഷൻ ഫയൽ ചെയ്തു കഴിഞ്ഞു. റെഗുലേറ്ററി കമ്മീഷനിൽ നിന്നും അനുമതി ലഭ്യമായാൽ 2 ദിവസത്തിനകം തന്നെ ഈ വൈദ്യുതി സംസ്ഥാനത്തെ വിതരണ ശൃംഖലയിലേക്ക് എത്തിച്ചു തുടങ്ങാനാകുമെന്നാണ് KSEB അധികൃതർ നൽകുന്ന സൂചന. ദേശീയ തലത്തിൽ അനുഭവപ്പെടുന്ന കടുത്ത വൈദ്യുതി ക്ഷാമവും കുറഞ്ഞ മഴയും കാരണം പവർ കട്ട് എക്സ്ചേഞ്ചുകളിൽ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലും ജനങ്ങളുടെ ദുരിതം ലഘൂകരിക്കാൻ എല്ലാ വഴികളും തേടുകയാണ് അധികൃതർ. 24 മണിക്കൂറും തുടർച്ചയായി വൈദ്യുതി ലഭ്യമാകുന്ന റൗണ്ട് ക്ലോക്ക് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ ബോർഡ് അന്തിമ തീരുമാനമെടുത്തിരിക്കുന്നത്. യൂണിറ്റിന് 5.96 രൂപ എന്ന അടിസ്ഥാന നിരക്കിലാണ് ഈ വൈദ്യുതി വാങ്ങുക. നിലവിലെ വിപണി സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു തുക ഈടാക്കുന്നത് KSEBക്ക് കനത്ത സാമ്പത്തിക ബാധ്യത വരുത്തുമെങ്കിലും ഉപഭോക്താക്കൾ നേരിടുന്ന അപ്രഖ്യാപിത പവർ കട്ട് ഒഴിവാക്കാൻ ഈ പർച്ചേസ് അനിവാര്യമാണെന്നാണ് വിലയിരുത്തൽ. റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിക്കായി കാത്തിരിക്കുന്ന ഈ പെറ്റീഷന്റെ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള സമ്മർദ്ദത്തിലാണ് ഉദ്യോഗസ്ഥർ. അനുമതിപത്രം കയ്യിൽ കിട്ടുന്ന മുറയ്ക്ക് 48 മണിക്കൂറിനുള്ളിൽ പുറം കരാർ വഴിയുള്ള വൈദ്യുതി പ്രവഹിച്ചു തുടങ്ങും. വൈദ്യുതി ഉപഭോഗം ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാത്രി 7 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയുള്ള പീക്ക് ടൈം പ്രതിസന്ധിയാണ് KSEB നേരിടുന്ന ഏറ്റവും വലിയ തലവേദന. ഈ സമയത്തെ അമിത ഉപഭോഗം താങ്ങാൻ ഉയർന്ന നിരക്കിൽ പോലും വൈദ്യുതി വാങ്ങാൻ ബോർഡ് ആലോചിക്കുന്നുണ്ട്. ഇതിനായി കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഡീപ് പോർട്ടൽ വഴി ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ കൂടുതൽ വൈദ്യുതി വാങ്ങുന്ന കാര്യവും പരിഗണനയിലാണ്. ഡീപ് പോർട്ടൽ വഴിയുള്ള ലേല നടപടികളും കരാറുകളിലും ഈ മാസം 23ഓടെ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് KSEB വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. 23 ശേഷം മാത്രമേ പീക്ക് അവറുകളിലെ കടുത്ത പ്രതിസന്ധിക്ക് ഒരു സ്ഥിരമായ പരിഹാരം രൂപപ്പെടുകയുള്ളൂ. സംസ്ഥാനത്തെ ഈ വലിയ ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണം തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ ഉണ്ടായ വൻ കുറവാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ജൂൺ 1 മുതൽ ജൂലൈ പകുതി വരെയുള്ള കാലയളവിൽ കേരളത്തിൽ ലഭിക്കേണ്ട മഴയിൽ 33% കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരവും കോട്ടയവും ഒഴികെയുള്ള മറ്റ് 12 ജില്ലകളിലും മഴ തീരെ കുറവായിരുന്നു. മഴ കനിഞ്ഞില്ലെങ്കിൽ KSEBയുടെ പ്രധാന ജലവൈദ്യുത പദ്ധതികളുടെ സംഭരണികളിലെ ജലനിരപ്പ് ഇനിയും താഴേക്ക് പതിക്കും. നിലവിൽ ഡാമുകളിലെ ആകെ ജലസംഭരണം കേവലം 28% ചുരുങ്ങിയിരിക്കുകയാണ്. നിലവിൽ സംസ്ഥാനത്തെ ആഭ്യന്തര ജലവൈദ്യുത നിലയങ്ങളിൽ നിന്നുള്ള ഉൽപാദനം പ്രതിദിനം 21 മുതൽ 24 ദശലക്ഷം യൂണിറ്റുകളായി പരിമിതിപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ സംസ്ഥാനത്തെ മൊത്തം ഉപഭോഗമാകട്ടെ പ്രതിദിനം 86 മുതൽ 90 ദശലക്ഷം യൂണിറ്റുകൾ വരെയായി കുതിച്ചുയരുകയും ചെയ്യുന്നു. ഈ ഭീമമായ വിടവ് നികത്താൻ പ്രതിദിനം വലിയ തുക നൽകി പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കേണ്ട അവസ്ഥയിലാണ് KSEB. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വൈദ്യുതി നിയന്ത്രണം തുടർന്നേക്കുമെന്നാണ് ലഭിക്കുന്ന ഔദ്യോഗിക വിവരങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഔദ്യോഗികമായി വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പ്രായോഗികമായി പലയിടങ്ങളിലും 1.5 മണിക്കൂറിലേറെയാണ് കറണ്ട് മുടങ്ങിയത്. ഇന്നലെയും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അരമണിക്കൂറിലധികം തുടർച്ചയായി വൈദ്യുതി നിയന്ത്രണം ഉണ്ടായി. ഇതിനെതിരെ ജനങ്ങളിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഏത് സമയത്താണ് കറണ്ട് പോകുന്നതെന്ന് KSEB വ്യക്തമാക്കുന്നില്ലെന്ന് ഉപഭോക്താക്കൾ പരാതിപ്പെടുന്നു. ഓഫീസുകളുടെ പ്രവർത്തനങ്ങളെയും വിദ്യാർത്ഥികളുടെ പഠനത്തെയും ഇത് ബാധിക്കുന്നുണ്ട്. പല പ്രദേശങ്ങളിലും രാത്രി സമയങ്ങളിൽ 1-ൽ കൂടുതൽ തവണ കറണ്ട് കട്ട് ചെയ്യുന്നുണ്ട്. വൈദ്യുതി മുടങ്ങുന്ന കൃത്യമായ സമയം KSEB ഔദ്യോഗികമായി ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കണമെന്ന ആവശ്യം ശക്തമാണ്. വൈദ്യുതി പ്രതിസന്ധി ഒഴിവാക്കാനാകാത്ത സാഹചര്യമാണെന്ന് സംസ്ഥാന ഊർജ്ജ വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ആവശ്യമാണെന്ന് പറഞ്ഞ മന്ത്രി രാത്രി സമയങ്ങളിൽ എയർ കണ്ടീഷണറുകൾ, അലങ്കാര വിളക്കുകൾ എന്നിവയുടെ ഉപയോഗം പരമാവധി നിയന്ത്രിക്കണമെന്നും പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പകൽ സമയങ്ങളിൽ സോളാർ പവർ ലഭ്യമാണെങ്കിലും രാത്രികളിൽ യൂണിറ്റിന് 10 രൂപ നൽകിയാൽ പോലും പവർ എക്സ്ചേഞ്ചുകളിൽ വൈദ്യുതി കിട്ടാനില്ലാത്ത അവസ്ഥയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രതിസന്ധി പരിഹരിക്കാൻ KSEBയും സർക്കാരും സാധ്യമായ എല്ലാ ഇടപാടുകളും നടത്തുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം സംസ്ഥാനത്തെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് രാഷ്ട്രീയമായ തർക്കങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. മുൻ LDF സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ചിരുന്ന ദീർഘകാല വൈദ്യുതി കരാറുകൾ റദ്ദാക്കിയതാണ് ഇപ്പോഴത്തെ ഈ കടുത്ത ദൗർലഭ്യത്തിന് കാരണമായതെന്നാണ് ഭരണപക്ഷം ആരോപിക്കുന്നത്. എന്നാൽ നിലവിലെ UDF സർക്കാരിന്റെ ആസൂത്രണ പിഴവാണ് ജനങ്ങളെ ഇരുട്ടിലാക്കിയതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരമായി കാസർകോട്ടെ മയിലാട്ടി, കണ്ണൂരിലെ ശ്രീകണ്ഠാപുരം എന്നിവിടങ്ങളിൽ പുരോഗമിക്കുന്ന
ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ KSEBക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിലും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിച്ചില്ലെങ്കിലോ പുറത്തുനിന്നുള്ള വൈദ്യുതി വാങ്ങൽ കരാറുകൾക്ക് പെട്ടെന്ന് അനുമതി കിട്ടിയില്ലെങ്കിലോ കേരളം കൂടുതൽ ഇരുട്ടിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. മഴയുടെ കുറവും ഉപഭോഗത്തിലെ കുതിച്ചുചാട്ടവും സൃഷ്ടിച്ച ഈ പ്രതിസന്ധി വരും ആഴ്ചകളിൽ കേരളത്തിന്റെ ആഭ്യന്തര വിപണിയെയും വ്യവസായ മേഖലയെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ അധികൃതർ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.